താരിഫ് വർദ്ധിപ്പിച്ച് അമേരിക്കയെ അങ്ങ് രക്ഷിക്കാമെന്ന് കരുതിയ ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ ഇതാ തന്റെ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു. താരിഫ് കൂട്ടിയ അതേ വ്യക്തി അത് കുറച്ചിരിക്കുന്നു. അമേരിക്കയുടെ അഹങ്കാരം വെച്ച് ഉറപ്പിക്കില്ലെന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞ ചൈന മാത്രമാണ് ഇനി ട്രംപിന്റെ ലക്ഷ്യം. വ്യാപാര യുദ്ധത്തിന്റെ ആഴവും പരപ്പും വർദ്ധിപ്പിച്ച് പകരച്ചുങ്കം നടപ്പിലാക്കി എല്ലാ രാജ്യങ്ങളെയും വെറുതിയിലാക്കാൻ തീരുമാനിച്ച അതേ അമേരിക്ക ഇതാ തന്റെ തീരുമാനം മാറ്റിയിരിക്കുന്നു. യൂറോപ്യൻ യൂണിയനോടടക്കം മുട്ടിനിന്ന അമേരിക്ക ഇപ്പോഴിതാ മുട്ടുമടക്കിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റായി കണ്ണ് മഞ്ഞളിച്ചു പോയ ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങൾക്ക് ഓഹരി വിപണിയിൽ കനത്ത പ്രഹരമേറ്റതോടെയാണ് ട്രംപിന് സദ്ബുദ്ധി വന്നത്. കഴിഞ്ഞ ദിവസം തന്റെ ആസനം ചുംബിക്കാൻ പോലും മടിയില്ലാത്തവരാണ് ലോക നേതാക്കളെന്ന് പറയുമ്പോൾ ആ മുഖത്തുണ്ടായിരുന്ന അഹങ്കാരം പതിയെ ഇറങ്ങിപ്പോയിരിക്കുന്നു. അമേരിക്കൻ ജനതയടക്കം അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധരും ശതകോടീശ്വരന്മാരും ഒക്കെ തന്നെ ട്രംപിന്റെ തീരുവാനയം തെറ്റായിപ്പോയി എന്നും അമേരിക്കയുടെ കുഴി തോണ്ടുന്ന കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നതെന്നും പറയുമ്പോൾ ട്രംപിന് കീഴടങ്ങിയല്ലേ പറ്റൂ. അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപിനെ പ്രതിഷ്ഠിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ട്രംപിന്റെ ഉറ്റമിത്രമായ ഇലോൺ മസ്ക് പോലും ട്രംപിന്റെ നയം അമേരിക്കൻ സാമ്പത്തിക മേഖലയിൽ വലിയ പ്രശ്നമുണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയതോടെയാണ് ട്രംപ് മറുകണ്ഠം ചാടുന്നത്. എന്നാൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് യുദ്ധം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ചൈന ഒഴികെ മറ്റു രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ പ്രതികാര ചുങ്ക നടപടി മരവിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന വാർത്ത അവിടെയാണ് പ്രാധാന്യം നേടുന്നത്. 90 ദിവസത്തേക്ക് തിരിച്ചടി തീരുവ 10% കുറച്ചതായി ട്രംപ് അറിയിച്ചു. എന്നാൽ ചൈനയ്ക്ക് മേൽ തീവ്ര പ്രഹരമായി 125% അധിക തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തു. ചൈന അമേരിക്കയ്ക്ക് മേൽ 84% തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ നടപടി. ഇത് 3ാം തവണയാണ് ചൈനയ്ക്ക് മേൽ US അധിക തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സാമ്പത്തിക പ്രതികാര നടപടി സ്വീകരിച്ചിരിക്കുന്നത്. US പ്രസിഡന്റായി സ്ഥാനമേറ്റ ശേഷം ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ പകരച്ചുങ്കം നിലവിൽ വന്നതോടെ ചൈനയും യൂറോപ്യൻ യൂണിയനും പകരത്തീരുവ അമേരിക്കയ്ക്കെതിരെ ചുമത്തിയിരുന്നു. US ഉൽപ്പന്നങ്ങളുടെ തീരുവ 34% നിന്നും 84%ആയാണ് ചൈന ഉയർത്തിയത്. ഏപ്രിൽ 10 മുതൽ പുതിയ തീരുവ നിലവിൽ വരും. ഇതോടെയാണ് ട്രംപ് ചൈനയ്ക്ക് മേൽ 125% അധിക തീരുവ ഏർപ്പെടുത്തുന്നത്. തന്റെ പകരച്ചുങ്ക നീക്കത്തിലൂടെ ലോകരാജ്യങ്ങളെ മുഴുവനായി തന്റെ മുന്നിൽ അടിയറവ് പറയിപ്പിക്കാമെന്ന് കരുതിയ ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടിയായത് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള നീക്കമാണ്. താരിഫ് വർദ്ധിപ്പിച്ചപ്പോൾ ചർച്ചയ്ക്കും സമവായത്തിനും തനിക്ക് മുന്നിൽ ഓടിയെത്തിയ രാജ്യങ്ങളെ കണ്ട ട്രംപ് പക്ഷേ ചൈനയെ ചൊടിപ്പിച്ചാൽ കിട്ടുന്ന തിരിച്ചടിയെക്കുറിച്ച് ഓർക്കാൻ നിന്നതേയില്ല. അമേരിക്കയുടെ നികുതി നയത്തെ ചൈന കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാൻ ചൈനയെ കിട്ടില്ല എന്നാണ് ചൈനീസ് ഭരണകൂടം വ്യക്തമാക്കിയത്. വ്യാപാര യുദ്ധത്തെ തുടർന്ന് ഓഹരി വിപണികളിൽ നിന്ന് ട്രില്യൺ കണക്കിന് ഡോളറാണ് അമേരിക്കയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല രാജ്യങ്ങൾക്കും 90 ദിവസത്തെ അടിയന്തര താരിഫ് താൽക്കാലിക വിരാമം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ബുധനാഴ്ച S&P 500 905% ഉയർന്ന് 2008 ശേഷമുള്ള ഏറ്റവും വലിയ ദൈനംദിന നേട്ടം കൈവരിച്ചു കഴിഞ്ഞു. US വ്യാപാര നയങ്ങളുടെ ആഗോള സാമ്പത്തിക ആഘാതത്തെക്കുറിച്ച് ആശങ്കാകുലരായ നിക്ഷേപകർക്ക് ഇത് വലിയ ആശ്വാസമാണ് നൽകിയത്. പാൻഡമിക്കിന് ശേഷമുള്ള വാൾസ്ട്രീറ്റിന്റെ ഏറ്റവും വലിയ 4 ദിവസത്തെ ശതമാനം നഷ്ടത്തെ തുടർന്നുണ്ടായ റാലിക്ക് ട്രംപ് നിരവധി പുതിയ താരിഫുകൾ താൽക്കാലികമായി കുറയ്ക്കുമെന്ന ഉച്ച കഴിഞ്ഞുള്ള പ്രഖ്യാപനവും ചൈനീസ് ഇറക്കുമതിയുടെ ലെവി 125% ഉയർത്തിയതും കാരണമായി. നിരവധി രാജ്യങ്ങൾക്ക് മേലുള്ള ഉയർന്ന താരിഫുകൾ താൽക്കാലികമായി നിർത്തിവെച്ചത് അവർ നിലവിൽ വന്നതിന് 24 മണിക്കൂറിനുള്ളിലായിരുന്നു. എന്നിരുന്നാലും US ഇറക്കുമതി ചെയ്യുന്ന മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വൈറ്റ് ഹൗസ് 10% മൊത്തത്തിലുള്ള തീരുവ നിലനിർത്തി. ഏപ്രിൽ 10 മുതൽ US ഉൽപ്പന്നങ്ങൾക്ക് 84% നികുതി ചുമത്തുന്ന ചൈനയുടെ പ്രഖ്യാപനത്തിനുള്ള ഈ അവസരം മുതലെടുത്ത് വ്യാപാരികൾ തകർന്ന സ്റ്റോക്കുകൾ വാങ്ങാനും തുടങ്ങി. ഏപ്രിൽ 2-ന് ട്രംപ് വിശാലമായ താരിഫ് പ്രഖ്യാപിച്ചതിനു ശേഷം സ്റ്റോക്കുകൾ 12%-ലധികമാണ് ഇടിഞ്ഞത്. ഞങ്ങൾ കാത്തിരുന്ന നിർണായക നിമിഷമാണിത്. വളരെ ആവശ്യമായ വ്യക്തിയിലേക്ക് ഒരു ചുവടുവെപ്പായി നിക്ഷേപകർ ഇതിനെ വ്യാഖ്യാനിക്കുന്നതിനാൽ ഉടനടി വിപണി പ്രതികരണം വളരെയധികം പോസിറ്റീവായിരുന്നു. ബോൾവിൻ വെൽത്ത് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ജിന ബോൾവിൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നിരുന്നാലും 90 ദിവസത്തെ കാലയളവിന് ശേഷം എന്തു സംഭവിക്കുമെന്നതിനെക്കുറിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഇത് നിക്ഷേപകരെ വരാനിരിക്കുന്ന ചാഞ്ചാട്ടവുമായി പൊരുത്തപ്പെടാൻ ഇടയാക്കുന്നു. ട്രംപിന്റെ താൽക്കാലിക പ്രഖ്യാപനത്തിന് ശേഷം മാന്ദ്യപ്രവചനം റദ്ദാക്കുകയും 2025-ൽ സമ്പദ് വ്യവസ്ഥ വളരുമെന്ന മുൻ അടിസ്ഥാന എസ്റ്റിമേറ്റിലേക്ക് മടങ്ങുകയും ചെയ്യുന്നുവെന്ന് ഗോൾഡ്മാൻ സാച്സ് പറയുന്നുണ്ട്. ഓവർസോൾസ് ലെവലിൽ നിന്നുള്ള റാലി അർത്ഥവത്താണെന്ന് ചാൾസ് ഷ്വബയിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് കെവിൻ ഗോർഡൻ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഏതൊരു കാര്യത്തിലും ഉയർന്ന ബോധ്യത്തോടെയുള്ള ആഹ്വാനം ഒരു മണ്ടത്തരമാണ് എന്ന മുന്നറിയിപ്പും നൽകി. ആത്യന്തികമായിട്ടുള്ള നയം എന്താണെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നയം മിക്കവാറും എല്ലാ ദിവസവും മാറുന്നുണ്ട്. അത്തരമൊരു അന്തരീക്ഷത്തിൽ ചെലവ് നിയമന തീരുമാനങ്ങൾ എടുക്കാനുള്ള കമ്പനികളുടെ കഴിവിനെക്കുറിച്ച് തനിക്ക് ആശങ്കയുണ്ടെന്നും ഗോൾഡൻ പറഞ്ഞു. ഉയർന്ന പ്രകടനം ഉണ്ടായിരുന്നിട്ടും വാൾസ്ട്രീറ്റിന്റെ 3 പ്രധാന ശരാശരികളും ഏപ്രിൽ 2-ന് അവസാനിച്ചതിനേക്കാൾ താഴെയാണ് അവസാനിച്ചത്. ട്രംപ് വിശാലമായ താരിഫുകൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള അവസാന വ്യാപാര ദിനമായിരുന്നു അത്.
എന്തായാലും ട്രംപിന്റെ ഈ തീരുമാനം അമേരിക്കൻ സാമ്പത്തിക മേഖലയും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ സാമ്പത്തിക മേഖലയും തകർത്തിട്ടുണ്ടായിരുന്നു. നിരവധി ഓഹരി വിപണികൾ ഇടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ വലിയ പ്രതിഷേധം വരെ അരങ്ങേറി. അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധരാകട്ടെ, ശതകോടീശ്വരന്മാരാകട്ടെ, സാധാരണ ജനങ്ങളാകട്ടെ, അതായത് മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിക്ഷേപിക്കുന്ന ജനങ്ങളാകട്ടെ, എല്ലാവരും വലിയ ആശങ്കയാണ് പ്രകടിപ്പിച്ചത്. ട്രംപ് ചെയ്യുന്നത് ഭ്രാന്താണെന്നും ട്രംപ് ഒരു ഭ്രാന്തനാണെന്നും എന്നുള്ള കമന്റുകളൊക്കെ നിരവധി വന്നു. ആളുകൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. വലിയ രീതിയിലുള്ള പ്രതിഷേധം അമേരിക്കയിൽ അരങ്ങേറുകയൊക്കെ ചെയ്തു. ഇതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ്, അതായത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ മേൽ, കൃത്യമായി പറയുകയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മേൽ വലിയ സമ്മർദ്ദം വരികയാണ് ചെയ്യുന്നത്. ഇലോൺ മസ്കിന്റെ ടെസ്ലയ്ക്ക് വരെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വലിയ പ്രഹരം ഏൽക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയൻ പറയുന്നുണ്ട് താരിഫ് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ സീറോ താരിഫ് നയം ഞങ്ങൾ നടപ്പിലാക്കാമെന്ന്. എന്നാൽ ഇതിനൊന്നും നിന്നു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ യൂറോപ്യൻ യൂണിയനുള്ള രാജ്യങ്ങൾ കടുത്ത ഒരു പ്രതിഷേധം അല്ലെങ്കിൽ കടുത്ത ഒരു വിരോധം അമേരിക്കയോട് സൂക്ഷിച്ചു. അത് കൃത്യമായിട്ട് പ്രതിഫലിച്ചത് ടെസ്ലയുടെ വാഹന വിപണിയുടെ മുകളിലാണ്. നമുക്കറിയാവുന്നതാണ്, ഇലോൺ മസ്ക് ആണ് ട്രംപിന്റെ ഒരു നട്ടെല്ല് എന്ന് പറയുന്നത്. ഇലോൺ മസ്കിന്റെ പങ്ക് ട്രംപ് ഭരണകൂടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണല്ലോ അത്. അതായത് ഇലോൺ മസ്ക് ആണ് പല കാര്യങ്ങളും ട്രംപിന് ഉപദേശിക്കുന്നത്, പല കാര്യങ്ങളും തീരുമാനത്തിൽ എടുക്കുന്നതൊക്കെ. ഇവർ രണ്ടുപേരും മികച്ച ബിസിനസ്സുകാരായതുകൊണ്ട് തന്നെ ബിസിനസ്സിനാണ് കൂടുതൽ പ്രാധാന്യം ഇവർ നൽകുന്നതും. അതുകൊണ്ട് തന്നെ ടെസ്ലയുടെ ഓഹരിയിൽ വലിയ ഒരു മാറ്റം വന്നു. അതായത് ടെസ്ല വാങ്ങുന്നവരുടെ എണ്ണത്തിൽ തന്നെ വളരെ കുറവ് വന്നു. ടെസ്ല വാഹനങ്ങൾ ഇഷ്ടമില്ലായിട്ടോ അല്ലെങ്കിൽ ഇലോൺ മസ്കിനോട് പ്രത്യേക വൈരാഗ്യം ഉണ്ടായിട്ടോ ഒന്നും അല്ല ഇവർ അങ്ങനെ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവർ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ള താരിഫുകളായിരുന്നു. എന്തായാലും അതിൽ നിന്നൊക്കെയുള്ള ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുള്ളത്. ഏപ്രിൽ 2-നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിവിധ രാജ്യങ്ങൾക്ക് ഇറക്കുമതി തീരുവ പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യക്ക് മേൽ 26% തീരുവയാണ് ചുമത്തിയിരുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ നികുതിയും ചുമത്തി. ചൈനയ്ക്കെതിരെ 34% തീരുവയായിരുന്നു അന്ന് ചുമത്തിയിരുന്നത്. ട്രംപ് ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തിയിരിക്കുന്നത് ലെസാത്തോ എന്ന ഗ്രാമത്തിനാണ്. 30,000 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ രാജ്യത്തിന്റെ ആകെ ജനസംഖ്യ 20 ലക്ഷം മാത്രമാണ്. 50% ഇവർക്ക് ചുമത്തിയിരിക്കുന്ന തീരുവ. US-ൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഈ രാജ്യം 99% തീരുവ ചുമത്തിയിരുന്നു. UK, ഓസ്ട്രേലിയ, ബ്രസീൽ, ചിലി, തുർക്കി, അർജന്റീന, ഇക്വഡോർ, UAE, ന്യൂസിലാൻഡ്, പെറു തുടങ്ങിയ രാജ്യങ്ങളിൽ അടിസ്ഥാന തീരുവയിൽ 10% മാത്രം നൽകിയാൽ മതിയാകും. പകരച്ചുങ്കം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്നായിരുന്നു ട്രംപിന്റെ വിശ്വാസം. എന്നാൽ പുതിയ താരിഫ് പ്രഖ്യാപനത്തിന് പിന്നാലെ US ഓഹരി വിപണിയിൽ വൻ ഇടിവാണ് സംഭവിച്ചത്. 2020 ശേഷം ഏറ്റവും വലിയ നഷ്ടമാണ് US ഓഹരി വിപണി നേരിട്ടത്. നൈക്ക്, ആമസോൺ, ആപ്പിൾ തുടങ്ങിയ വമ്പൻ ബ്രാൻഡുകളുടെ ഓഹരി വരെ ഇടിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കയുടെ നയം തെറ്റാണ് എന്ന് ലോകമെല്ലാവരും വീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതായത് 90 ദിവസത്തേക്ക് ഈ തീരുമാനത്തെ മരവിപ്പിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപിനോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോഴൊരു ചെറിയ പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ ഇപ്പോഴൊരു സമ്മർദ്ദം ഉണ്ടാകും, പക്ഷേ ഭാവിയിൽ വലിയ എന്തോ ഒരു മാറ്റം അമേരിക്കയിൽ സംഭവിക്കും, അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ എന്നാണ്. പക്ഷേ സാമ്പത്തിക വിദഗ്ധരടക്കമുള്ള ശതകോടീശ്വരന്മാരാകട്ടെ, വലിയ സാമ്പത്തിക വിദഗ്ധരടക്കമുള്ളവർ പറയുന്നത് ഇത് വലിയ മണ്ടത്തരമാണ്, അമേരിക്കയ്ക്ക് ഇതിലൂടെ ഒരു ലാഭവും ലഭിക്കാൻ പോകുന്നില്ല, മാത്രമല്ല അമേരിക്കൻ ജനത കഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉടലെടുക്കുമെന്ന് തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ട്രംപ് എന്നത്. ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി, അതായത് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ട്രംപിന് ഒരു എതിർ ശബ്ദം കേൾക്കേണ്ടി വരികയാണ് ഈ തീരുവ നയത്തിൽ. ഇത്തരത്തിലുള്ള വലിയ സമ്മർദ്ദം ട്രംപിന്റെ മുകളിൽ എത്തുകയും ലോകരാജ്യങ്ങൾക്കിടയിലും അതുപോലെ തന്നെ അമേരിക്കയിലുള്ള ശതകോടീശ്വരന്മാരുടെ ഒരു പ്രീതി വേണമല്ലോ. അപ്പം ഇതിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മാറ്റം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ട്രംപ് എത്തുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. ചൈനയും അമേരിക്കയും തമ്മിൽ ഇങ്ങനെ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ, ഒരു വ്യാപാര യുദ്ധം നടക്കുമ്പോൾ എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്ന് നമുക്ക് അപ്പോഴായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തന്നെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക.